കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് അടിച്ച് ടി വിയിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ടി വി വെച്ചില്ല. ഞാൻ കിച്ചുവിനോട് പറഞ്ഞേടാ നീ എന്ന്. അപ്പോൾ അവൻ ഉറക്കത്തില്ല, നല്ല ഉറക്കത്തില്ല. വെളുപ്പിനെ അങ്ങോട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് വന്ന് കിടന്ന് എവിടെയോ എന്തോ ആവശ്യത്തിന് പോയതാ, കല്യാണ പാർട്ടി എന്തോ. അപ്പം ഞാൻ പറഞ്ഞു കിച്ചു ഒന്ന് എണീക്കടാ, നമ്മുടെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു. ഇവൻ ദേ ഉറക്കത്തിൽ വിളിച്ചതല്ലേ, ഈ അമ്മയുടെ കാര്യം അച്ഛൻ എന്നാ പറ്റാനാ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് ഇവൻ കോൾ എടുത്തോണ്ട് ഫോൺ എടുത്തോണ്ട് അകത്തോട്ടങ്ങാണ്ട് കയറി. ഞാനിത് കഥവ് തുറന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ തൊട്ട് ഇവിടെ വരെ ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ട് നോക്കി നിൽക്കും. അത് എത്ര മണിയായിട്ടുണ്ടാവും? 6:30 7 മണിയായി, എന്തായാലും 7 മണിയായി. അപ്പോഴും നിങ്ങൾ ടി വി ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല? പപ്പായമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഇവര് വെളുപ്പിനെ വാർത്ത വെക്കുന്ന 24. ഇവരിവിടെ ഇല്ലല്ലോ, വേറെ ആരും വിളിച്ചിട്ടുമില്ല. വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഞാൻ മിസ് കോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം നമുക്ക് അറിയത്തില്ല. അപ്പൊ ഒരു കോളും എടുത്തിട്ടുമില്ല? 2-3 കോൾ എടുത്ത്. ചേടത്തി ഞാൻ പറഞ്ഞില്ല, ചേടത്തി വിളിച്ച കോൾ എടുത്ത്. അവരാരും ഒന്നും പറഞ്ഞിട്ടുമില്ല, അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. വെളിയിൽ ഇറങ്ങിയപ്പോ ആൾക്കാർ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക, എന്തോ സംഭവം എന്ന് ചോദിക്കുന്നില്ല. അപ്പം ചോദിക്കുവാ ഞാനിങ്ങനെ. അപ്പം ഇപ്പുറത്തും ഒരു അമ്മച്ചി ഓടി വന്നില്ല, രേണു ഒരു ചെറിയൊരു അപകടം പറ്റി സുധിയൊക്കെ വന്നപ്പോഴേ. വിനുവാടിമാരിയൊക്കെ ഉണ്ടായിരുന്നു, മഹേഷും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു അപകടമാണ്. സുധീർ എന്തോ കയ്യോ കാലോ എങ്ങാണ്ട്. അപ്പം എനിക്ക് കയ്യോ കാലോ ഉടനെ ഇങ്ങനെ ആൾ വരുമോ? അപ്പം ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്നത് സുചേട്ടൻ എന്തായാലും സുചേട്ടൻ ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. കാരണം എനിക്ക് സുചേട്ടൻ ഇല്ലാണ്ട് പറ്റത്തില്ല, ചിന്തിക്കാനേ പറ്റുന്നില്ല. പുള്ളിയോട് സംസാരിക്കാണ്ടല്ലാതെ 5 വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ. പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ വീട് തൊട്ട് ആ വീട് വരെ ഞാൻ തിരക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വീടിൻ്റെ വാതിൽ സുചേട്ടൻ ഉണ്ടോ, ആളുണ്ടല്ലോ അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ കിണറ്റുകരെ വന്നങ്ങ് ഇരുന്ന്. അപ്പം എനിക്ക് തോന്നുന്നത് ഐശ്വര്യനെയാന്ന് തോന്നുന്നു അയച്ചേക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. ഐഷു ഇല്ലേ സ്റ്റാർ മാജിക്കിലെ ഡാൻസർ. അപ്പം ഐശ്വര്യയും ഫാമിലി അവിടം വരെ പകുതി വന്നപ്പോൾ ആൾക്കാരെ തടഞ്ഞു വെച്ച് അവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അവരവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു, 24-ന്റെ ക്യാമറ എല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഈ കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുട്ടി, അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി, അപ്പുറത്തെ സ്ഥലത്തിലെ ഒരു കുട്ടി ഓടി വന്ന് എന്നോട് ചോദിച്ചു, ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കൊല്ലത്തോട്ടാണോ എന്ന്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അറിയുന്ന ആൾ പോയെന്ന്. ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന്. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമോ, അനങ്ങുന്നില്ല. സുചേട്ടൻ മരിച്ചെന്നോ, നമ്മൾ സ്വപ്നത്തിൽ കരുതുമോ സുചേട്ടൻ മരിച്ചെന്ന്? ഇതെന്നെ നീ പറയുന്നതെന്ന് ആലോചിച്ചു. അപ്പം ഞങ്ങളുടെ ഒരു അപ്പാപ്പി ഓടി വന്ന് ആ ചെറുക്കനെ പറഞ്ഞു വിട്ടു, എടി മോളെ ഒന്നുമില്ലടി, അത് ഈ സോഷ്യൽ മീഡിയ ചുമ്മാ കള്ളത്തരമൊക്കെ പറയത്തില്ലേ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊന്നും ഇല്ല മക്കളെ, ഞാൻ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരുന്ന പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആൾ പോയെന്ന്. അപ്പം ക്യാമറ ഇങ്ങനെ വരുമായിരുന്നു, ഞാൻ അകത്തോട്ട് കയറി വന്നപ്പോൾ ക്യാമറ ആയിട്ട് ആൾക്കാരൊക്കെ വരുമായിരുന്നു. പിന്നെ ജനങ്ങളുടെ ഇതായിരുന്നു. പിന്നെ അവിടുന്ന് അയ്യോ അതൊന്നും ഓർക്കാം, ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. കാരണം ഇവിടെ എല്ലാവരും വാരിത്തരുന്നുണ്ട്, കഴിക്കുക എന്തെങ്കിലും എന്തായാലും പോയി. അവന് നാളെ കൊണ്ടുവരുമ്പോഴത്തേനും നീ തലകറങ്ങി വീണാൽ ഞങ്ങൾക്ക് പോലും അവനെ കാണാതെ പറ്റത്തില്ല, നിന്നെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ അന്നത്തെ ഇത്ര ആരോഗ്യം വെച്ച് ഞാൻ ഒരു വെള്ളം പോലും കൂടി കടിച്ചു പിടിച്ച് നിന്ന് വെളുപ്പിനെ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഏട്ടൻ്റെ ഡെഡ് ബോഡി ഏട്ടനെ കൊണ്ടുവരുന്നോടം വരെ ഞാൻ ഉറങ്ങിയിട്ടുമില്ല. പക്ഷെ ഞാൻ താഴെ വീണില്ല. ഏട്ടനെ കാണാനൊരു ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് വരെ ആൾക്കാർ ചിലവർ പറഞ്ഞു അയ്യോ അവളെന്നെ സാധനമോ, അവൾക്ക് സൂചിച്ചേട്ടനെ കാണുന്നുണ്ടോ, നമ്മൾ ഓടി അപ്പുറത്തോട്ട് പോവാന്ന്. തലേന്ന് വരെ നമ്മുടെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് ആൾ എഴുന്നേറ്റ് പോയി തലേന്ന് രാത്രി വരെ വിളിച്ചുകൊണ്ടിരുന്ന ആളിങ്ങനെ ജീവനില്ലാത്ത ശരീരമായിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ മാനസികാവസ്ഥ വെച്ച് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ഓടി അപ്പുറത്തോട്ട് പോയി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി ഇതുപോലെ തന്നെ സെയിം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അവളുടെ ഹസ്ബൻഡും രണ്ടാമത് അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ആക്സിഡൻറ്റ് മരിച്ചു പോയതാണ്. അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രേണു നീ എന്നാ പറയുക, സുചേട്ടനെ കാണണം, കണ്ടാലേ നമുക്ക് ആ ഒരു ഞാൻ അനുഭവിച്ചതല്ലേടി, നീ അത് കാണണം, സുധിച്ചേട്ടനെ കണ്ടേ പറ്റത്തില്ല, നീ ഏട്ടൻ്റെ അടുത്ത് പോയിരിക്കണം, കാണണം. അവളുടെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്തല്ല ഞാൻ കാണത്തില്ലായിരുന്നു. ഡെഡ് ബോഡി കാണാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ കാണത്തില്ലായിരുന്നു. അതിനി ആരെന്നെ പറഞ്ഞാലും ഞാൻ കാണത്തില്ലായിരുന്നു. ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ അതിലെ നടന്നു വന്നത്. എന്നോട് ഞാൻ എല്ലാവരോടും പറഞ്ഞു പേടിക്കണ്ട, എന്നെ ആരും പേടിക്കണ്ട, അത്ര ഞാൻ ഓർക്കുന്നില്ല വന്ന് കണ്ടത്. അല്ല ഞാൻ കാണത്തില്ലായിരുന്നു ഏട്ടനെ, എനിക്കങ്ങനെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നും ഇപ്പൊ ആലോചിക്കുമ്പം സുധിയുടെ ആ ഒരു മനസ്സാണോ, ആ ഒരു മുഖമാണോ മനസ്സിലേക്ക് അതുണ്ട് ആ മുഖം. അയ്യോ അതെനിക്ക് ഓർക്കാൻ പറ്റും. പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന പോലെ ആയിരുന്നു ആളെങ്ങനെയാണ് ഉറങ്ങിക്കിടക്കുന്നത് അതുപോലെ ഉറങ്ങി. ഞാനും കിച്ചു മൂത്ത മകനുമാണ് ആംബുലൻസിൽ കയറിയത്. ഞങ്ങൾക്ക് തോന്നി സൂചിച്ചേട്ടൻ ഉറങ്ങുക, കൂർക്കം വലിക്കുന്നത്. എനിക്കും കേട്ട് കിച്ചുവിനും കേട്ട്. ഞങ്ങളുടെ രണ്ടിൻ്റെ മനസ്സിൻ്റെ ആയിരിക്കും, ചിലപ്പം ബോഡിയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും സൗണ്ട് ആയിരിക്കാം. കാരണം സൂചിച്ചേട്ടൻ നല്ല കൂർക്കം വലിക്കും ഉറങ്ങുമ്പോൾ. ഞാൻ ഇതിന് വഴക്ക് പറയും, സൂചിച്ചേട്ടൻ എന്നാ കൂർക്കം വലിയാ, പതുക്കെ കൂർക്കം വലിക്കാൻ പറഞ്ഞ് വഴക്ക് പറയും. ആളുടെ ഞങ്ങൾ കൂടെ ഇരുന്നപ്പം ആ ഡെഡ് ബോഡി അനങ്ങുമ്പോഴാണോ ഏട്ടനെ അനങ്ങുമ്പോഴാണോ എന്താ അറിയില്ല, ഞാൻ എന്തായാലും കൂർക്കം വലി കേട്ട് കിച്ചുവും കേട്ട്. ഞങ്ങൾ രണ്ടുപേരും ഒച്ച കേട്ട്. ഞങ്ങളോട് പറയുമായിരിക്കും ഞാൻ ഉറങ്ങുക, പോയിട്ടില്ല എന്ന് വല്ലതും, അങ്ങനെ വല്ലതും അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ആ ആത്മാവിനോടല്ലേ, ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കുവേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. എന്നെ മോളെ പോലായിരുന്നു കാണുന്നത്, വാക്കുട്ടെ. കാരണം ഞങ്ങള്
15 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ എന്നെ കൊണ്ട് നടന്നതാണ്. അപ്പം കിച്ചുവിനും വാരി കൊടുക്കും, എനിക്കും വാരി തരും. കുഞ്ഞ് വന്നത് 4 വർഷമല്ലേ, 3-4 വർഷമായത്. അപ്പം അവനെ അതുപോലെ തന്നെ 3 പേരെ ഒരുപോലെ കൊണ്ടു നടക്കും. എല്ലാവരെയും കാണുന്നവരെ എല്ലാവരെയും സ്നേഹിച്ചും എടുത്തും, ഇവിടെ ആണേലും എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് ഇങ്ങോട്ട് ആരും മിണ്ടിയില്ല, അങ്ങോട്ട് കയറി മിണ്ടും. അങ്ങനെ ഒരു ടൈപ്പായിരുന്നു ആള്.